എടി ഇപ്പോഴും നിന്റെ കെട്ടിയോ കയറി വരുമോ? അങ്ങനെ ഇപ്പോഴൊന്നും നോക്കണ്ട. അങ്ങനെ ഓഫീസിൽ നിന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ 24 മണിക്കൂറും ഏതോ ക്ലയൻ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അങ്ങനെ അങ്ങോട്ട് പോക്കോളൂ, നീ പേടിയണ്ട. ഇതൊരു പോകാനടി നിന്റെ ഭർത്താവ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ആയതുകൊണ്ടായിട്ട് ഒരു വിലയില്ലല്ലോ അയാൾക്ക്. എന്ത് പറയാനാ മനു? എന്നെ കേൾക്കാനും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരാനും എന്നെ മനസ്സിലാക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ്? നിനക്ക് ഞാനില്ലേടി. സത്യം പറഞ്ഞ കോവിഡ് വന്നത് നമുക്ക് രണ്ടുപേർക്കും ഗുണമായി. ദൈവമായിട്ടാണ് നിന്നെ എനിക്ക് കൊണ്ടുവന്നത്. നീ ഇത് നോക്കി, നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നതാണ്. ഇതെന്റെ ഫേവറേറ്റാ. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇതാ പറഞ്ഞ, ഇതൊന്നും അങ്ങേര് ചെയ്യില്ല. നിനക്കറിയോ മനു, അങ്ങേര് ഇന്നേ വരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിട്ടില്ല. അങ്ങേര് വീട്ടിൽ വന്ന് കയറുന്നത് വേണം കാണാൻ. അങ്ങേരുടെ ബാഗിൽ നാറി ചോറ്റുപാത്രം, പിന്നെ വീട്ടിലാവശ്യമുള്ള പച്ചക്കറിയും. എനിക്കെല്ലാം മടുത്തു. ഒരു മുരടൻ അങ്ങേര്. നീ സമാധാനപ്പെടും. എന്തായാലും അധികം നാളെ സഹിക്കേണ്ടി വരില്ല. എൻ്റെ രാജകുമാരി ഞാൻ കൂട്ടിക്കൊണ്ട് പോവില്ല. ഇവിടെ ഇന്ന് രാവിലെ മാനേജറുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നത് കണ്ടല്ലോ. എന്തായിരുന്നു കാര്യം? ഒന്നും പറയണ്ട, ഒരു ലീവിന് കൊടുത്തതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. അവളെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി തിരക്കണ്ടല്ലേ, അതിന് എപ്പോഴാണ് സമയം കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ലീവ് ചോദിച്ചു. അതിനയാൾ ആ പണി ഈ പണിയെന്ന് പറഞ്ഞിട്ട്. നീ പറയുന്നതിൽ കാര്യമുള്ളടോ. നല്ല വ്യക്തിയെ പണിയെടുക്കുന്ന ആൾക്കാരെ അയാളുണ്ടല്ലോ ഉടുമ്പ് പോലെ പിടിച്ച് കഴുതയെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നീ അത് നോക്കണ്ട. നീ ആ ലീവ് സാങ്ഷനാക്കാൻ നോക്ക്. അതിനിടയിൽ അമ്മ വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായില്ലേ, കുട്ടികളായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ ജോലി തിരക്കും കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കട്ടിൽ കണ്ടാൽ ഞാൻ അപ്പം വീഴും. രാവിലെ എണീറ്റ് ഓഫീസിലോട്ട് ഓട്ടം. വല്ലപ്പോഴും ഒരു അവധി കിട്ടാൻ അന്ന് മാനേജറിൻ്റെ ഫോൺ കോളും. ഇതിനിടയിൽ ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുന്നത്? എടാ തൊട്ടാ, അതാ ഞാൻ പറഞ്ഞത്. നീ അവളെ ഒറ്റപ്പെടുത്താതെ കുറച്ച് നേരം അവളുമായിട്ട് സമയം ചെലവഴിക്കാൻ നോക്ക്. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്നും അവളെക്കുറിച്ച് ഓർക്കും. അവൾ എനിക്ക് വേണ്ടി വീട് പണിയും ചെയ്ത് ജോലിക്കാരിയെ പോലെ. അവൾക്കും കൊടുക്കണ ഒരു അവധി. നിന്റെ കെട്ടിയവൻ അടുത്തെങ്ങാനും ട്രിപ്പ് ഉണ്ടോ അടി? ആർക്കറിയാം. ഇങ്ങനെ തലേദിവസം എന്നോട് പറയും പിറ്റേ ദിവസം വെളുപ്പണി കഴിഞ്ഞിട്ട് പോകണം. അല്ലെങ്കിലും ഈ അടുക്കളയിലെ കരിയും പോയാൻ കൊണ്ട് ജീവിക്കാനാണല്ലോ എൻ്റെ വിധി. അതിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അവനെപ്പോലെ ഞാൻ ശ്രീധരനൊന്നും വാങ്ങിച്ചിട്ടല്ല നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ശ്രീധരനൊന്നും ചോദിച്ചിട്ടില്ല. എനിക്കുള്ളതൊക്കെ എൻ്റെ വീട്ടുകാർ തന്നിട്ടുണ്ട്. ഓ, ഞാൻ കരുതി അവൻ നിന്റെ ശ്രീധരനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നിന്നെ ഇവിടെ കൊണ്ടൊരു വേലക്കാരി പോലെ ഇട്ടേക്കാണ്. ഇല്ലില്ല, എൻ്റെ സ്വർണ്ണയ്ക്ക് എൻ്റെ തന്നെ ഉണ്ട്. അത് നന്നായി. അല്ലെങ്കിൽ ഇത് അവൻ അർഹിക്കുന്നില്ല. ശരിയെന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ചേച്ചിയോ, എന്താ ഈ സമയത്ത്? അല്ല, ഈ വീട്ടിൻ്റെ പിറകെ കൂടെ ഒരുത്തി ഇറങ്ങി ഇപ്പോഴേ ഇങ്ങനെ പോകണമുണ്ട്. അത് ഇന്ന് രാവിലെ ഗ്യാസ് കേടായ, അത് ശരിയാക്കാൻ വന്നിട്ട് പോയതാ. ഗ്യാസ് ശരിയാക്കാൻ വന്നതാ? എനിക്ക് യൂണിഫോമും ഇല്ലേ. യൂണിഫോം ഉണ്ടെങ്കിൽ ഗ്യാസുകാരനാണെന്നെങ്കിൽ പറയാമായിരുന്നു. ഇപ്പോഴത്തെ സമയമൊക്കെ മോശമാണ്, അതുകൊണ്ട് വന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ എൻ്റെ വീട്ടിലെ കാര്യം തലയിടുന്നേ? ദേ, പിന്നെ ഈ കാര്യം അപ്പുറത്തപ്പുറത്ത് പോയി പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത്. ഇപ്പം ഞാനെന്തോന്ന് പറയാം, ഉള്ള കയ്യിരിപ്പ് ഇതാണെങ്കിൽ നാട്ടുകാർ തന്നെ പറഞ്ഞോളൂ. ഇവളെ എന്നെ പറയിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ സമാധാനമായിട്ട് ആഹാരം കഴിക്കുന്നത് നിൻ്റെ അടുത്ത് വരുമ്പോഴാണ്. പകലൊന്നും ആഹാരം കഴിക്കാനൊന്നും തോന്നില്ല. പിന്നെ ഒടുക്കത്തെ പ്രഷറാണ്. കൂടെയുള്ളവരൊരു സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ജോലി കളയാന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ വേറെ ഏത് ജോലി കിട്ടാനാണ്. എന്നാലും നിന്നെ ഞാൻ ഓർക്കാറുണ്ട്. വിളിക്കാനൊന്നും പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൂടെ?
എല്ലാവരുടെ മുമ്പിൽ വെച്ചൊന്ന് സംസാരിക്കാനും മിണ്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ 30-35 വയസ്സായെങ്കിലും ജീവിതത്തിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഈ ചിരി ഞാൻ സമുദായം എടുത്തോട്ടെ. പെണ്ണാണം വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഓക്കെ എന്ന് വിശ്വസിച്ച് പോകാനാണ് എനിക്കിഷ്ടം. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വേറെ കുറച്ച് ആലോചിച്ചതാ. എന്നെ ഇഷ്ടമായില്ലേ? ഇല്ലെങ്കിൽ പറയാൻ മടിക്കരുത്. എനിക്ക് റിജക്ഷനൊക്കെ ശീലമാണ്. ഇല്ല, അതൊന്നല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചതാ. അച്ഛനെ വേത്തോണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ അച്ഛനമ്മയും ഈ കല്യാണ കാര്യത്തിൽ ഭയങ്കര സമ്മതത്തിലിരിക്കുക. അതുകൊണ്ടാ ഞാൻ എതിരൊന്നും പറയാത്ത. എനിക്ക് തന്നെക്കാൾ 10-12 വയസ്സ് കൂടുതലുണ്ട്. അതൊരു കുഴപ്പമൊന്നും അല്ലല്ലോ അല്ലേ? അതൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എല്ലാമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സമയം വേണം. അത് കുഴപ്പമൊന്നുമില്ല. തനിക്ക് എത്ര സമയം വേണം എടുത്തോ. എനിക്ക് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. തനിക്ക് ഈ ജീവിതത്തിൽ ഒരു കുറവുണ്ടാവില്ല. ഞാൻ കൂടെ ഉണ്ടാവും എല്ലാത്തിനും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണമെന്ന്. സോറി. ആരത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? വീടപ്പോൾ കറക്റ്റായി. നിന്റെ കല്യാണത്തിൻ്റെ അന്നേ മറുവീടിന് വന്നില്ലേ, ആ ഓർമ്മയിൽ ഇനി വന്നതാ. ഇവിടെ അടുത്ത് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിന്നെയും കൂടെ കണ്ടിട്ട് പോവാം. വാ കേറി വാ. എന്താണ് കല്യാണത്തിന് ശേഷം എന്നെ ഒന്ന് വിളിക്കാത്തെ? ആദ്യമൊക്കെ ഡെയിലി എന്തോരം റീൽസ് ആയിപ്പായിരുന്നു. ഇപ്പം എല്ലാം ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ മോളെ, നിനക്കെന്ത് വേണം? കല്യാണം കഴിഞ്ഞ് നല്ലൊരാളെ കിട്ടി, നീ സെറ്റിലുമായി. എൻ്റെ കാര്യം നോക്കണമെങ്കിൽ ഞാൻ തന്നെ ഓടണം. ഇനി അതിൽ കയറി പിടിക്കണ്ട, അതൊക്കെ വലിയൊരു കഥ. പിന്നെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയണു? സുഖമാണോ? അവരെങ്ങനെ വിളിക്കുവോ? അതിന് ആരെ വിളിക്കാൻ സമയം? നീ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വെള്ളം കുടിക്കേ. നിന്നെ ഇപ്പോഴും ആ മനു വിളിക്കാറുണ്ടോ? നിങ്ങൾ കോളേജിൽ വെച്ച് ബ്രേക്കപ്പ് ആയതല്ലേ? മനു? ഏത് മനു? ഡി കിടന്നുരുളല്ലേ? നിന്നെ സ്കൂൾ തൊട്ട് ഞാൻ കാണുന്നതാ, ഞാൻ കോള് കണ്ടതാ. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഏർപ്പാടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്താ ആവശ്യമില്ലാത്തത്? അവ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് തന്നെയാ. ഞങ്ങളിടയ്ക്ക് വിളിക്കാം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അതേന്ന്. എടി, എനിക്ക് തോന്നുന്നത് ഇത് തെറ്റാണ്. വെറുതെ നീ ആവശ്യമില്ലാത്തതൊന്നും. എന്ത് തെറ്റ് എന്ത് ശരി? നിനക്ക് എന്നെ അറിയാന്നല്ലേ. പിന്നെ ഇതൊരു തമാശക്ക് അങ്ങനെ അങ്ങ് പൊക്കോളൂ. തമാശയോ ഇതോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിന്റെ വീട്ടിൽ കയറി വന്നിട്ട് നിന്നെ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഒന്നും മിണ്ടാത്തത്. ഉള്ള തമാശ. അവൾക്ക് കോംപ്ലക്സാ. ഇത്ര നാളായിട്ടും അവളുടെ കല്യാണം നടന്നില്ലല്ലോ, അതിൻ്റെ. പിന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട്. അവളിനെ ആരോടെന്ന് പറയൂ. അവള് വിശ്വസിക്കാം. പക്ഷേ എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ 19 വരവ്? പക്ഷെ അതിലൊരു സുഖമുണ്ട്. എന്ത് സുഖം? എൻ്റെ നെഞ്ചിങ്ങനെ ഒരു ദിവസം കഴിയുന്നതോറും പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് നീ എന്നെ കൊണ്ടുപോകണം, നമ്മുടെ മാത്രം ഒരു ലോകത്തേക്ക്. പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. നീ നാട്ടം എൻ്റെ വീട്ടിലും കല്യാണം ആലോചിക്കുന്നുണ്ട്. കുറച്ച് സമയത്താണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം.
എന്തെന്ന് നേരത്തെ